അപ്പൊ ഇന്ന് നമ്മളൊരു ചെറിയ ഗെയിമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ എല്ലാവർക്കും വെൽക്കം. അപ്പൊ നമ്മുടെ ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ഗെയിമാണ് ഗെയിംസ്. ഇപ്പോഴത്തെ ട്രെൻഡാന്ന് തോന്നുന്നു അല്ലേ? നമ്മള് ട്രെൻഡ് എല്ലാം ഔട്ട് ഗെയിമിലാണ് തുടങ്ങുന്നത്. സോ നമ്മുടെ ഗെയിം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് 3 ബൈറ്റിനുള്ളിൽ നമ്മൾ കഴിച്ചു തീർക്കണം. സോ 3 ബൈറ്റിൽ കൂടുതൽ എടുക്കുന്നവർ തോക്കാം, 2 ബൈറ്റിൽ തിന്ന് തീർക്കുന്നവർ ജയിക്കും. സോ ഈ പപ്സ് നമ്മള് 3 ബൈറ്റ് കൊണ്ട് ഇപ്പൊ കടിച്ച് തീർക്കും. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഞാൻ 3 ബൈറ്റ് തീർക്കും. ഭയങ്കരമല്ല ഗൈസ്. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് 2 ബൈറ്റ് ആണ്. ബട്ട് ഇവക്ക് മുട്ട പപ്സാണ് കിട്ടിയേക്കുന്നത്. മുട്ട പപ്സിന്റെ വലിപ്പം കാണിച്ചു തരാം. ഏറെക്കുറെ സെയിം ആണെന്ന് തോന്നുന്നല്ലേ? ഇത് പിന്നെ ഒരു ഷേപ്പ് ഉണ്ട്, ഇങ്ങനത്തെ ഷേപ്പിലത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. അത് വെറൈറ്റി ആയിട്ടുണ്ട്, കൊള്ളാം. അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് കിടക്കാം. 3 ബൈറ്റ് ആണ് എല്ലാവർക്കും കൊടുത്തിരിക്കുന്നത്. ഇനി 4 ബൈറ്റ് ആക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ട്? എനിക്ക് 4 ബൈറ്റിലാക്കിയാലോ? നമ്മളെ കൊണ്ട് 3 ബൈറ്റിൽ നിൽക്കാൻ തോന്നില്ല. 3 പേരും തോറ്റുപോകാനുള്ള ചാൻസ് കൂടുതലാണ്. സോ നമ്മളൊരു വെറൈറ്റിക്ക് 4 ബൈറ്റ് ആക്കാൻ പോവുകയാണ്. സോ 4 ബൈറ്റ് കംപ്ലീറ്റ് ആക്കുന്നവര് ഫുൾ കഴിക്കുന്നവരായിരിക്കും വിന്നർ ആകാൻ പോകുന്നത്. ഓക്കെ, വിന്നർ ഓഫ് ദി ഇയർ. ഓക്കെ, അപ്പൊ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇത് വേണ്ടേ? പിടിച്ചോ. എല്ലാരും ഒരുമിച്ചാണ് കഴിക്കേണ്ടത് ആക്ച്വലി, അല്ലേ? എല്ലാരും കാണണ്ടേ? രണ്ടാമത്തെ ബേറ്റിലേക്കാണ് പോകുന്നത്. സെക്കൻഡ് ബേറ്റ്. അതായത് കടിച്ചോ? ഇത് ഭയങ്കര അവള് ഏറെക്കുറെ 2 ബൈറ്റ് ഇനി തീരും. ഇവിടെ ഏറെക്കുറെ 2 തീരും. പക്ഷെ എന്റെ പപ്സ് ഇങ്ങനെ എന്റെ വലുതായിരുന്നു. അയ്യോ, ആക്ച്വലി സംഭവം വെച്ചാൽ നമ്മൾ 3 മുട്ട പപ്സ് മേടിക്കണം. പോയത് കടച്ചിലപ്പോ 1 മുട്ട പപ്സേ ഉള്ളൂ. ലാസ്റ്റ് 2 നീച്ചിരിക്കുന്നത് നമ്മുടെ കഷ്ടകാലം. സോ നമ്മൾ 2 അതെടുത്ത് ഇവക്ക് മുട്ട പപ്സും കൊടുത്തു. പക്ഷെ അത് വേണ്ടായിരുന്നു, ചതി. ഇവളുടെ ഞാൻ തിന്നാ മതിയായിരുന്നു. അപ്പൊ ഞങ്ങളോട് ചെയ്യുന്ന ചതിയല്ലേ ഓടിയത്? പക്ഷെ നല്ല എരിവിൻ്റെ. അതൊക്കെ എരിയുന്നുണ്ടോ? നിനക്ക് എരിയത്തില്ല, ഞങ്ങൾക്ക് എരിയുന്നുണ്ട്. എന്റെ ഈ സൈഡ് എരിയുന്നു. അടുത്ത 4th. ഇതിപ്പോ 5th ആക്കിയാൽ മതിയായിരുന്നു. അല്ലെ, 4th കൊണ്ട് ഗെയിം ഓവർ ആവുന്നതായിരിക്കും. ഏറ്റവും കൂടുതൽ കയ്യിരിക്കുന്നവർ തോക്കും, ഏറ്റവും കുറവ് കയ്യിരിക്കുന്നവർ ജയിക്കും. ശരിയാത്തില്ല. ഇപ്പൊ തന്നെ ഏറെക്കുറെ വിജയികളെ തോൽവികളെയും കിട്ടിയിട്ടുണ്ടാവാം. 1 ബൈറ്റ് തീർക്കും തോന്നുന്നു. ഇല്ലെന്ന് തോന്നുന്നു. ഇത് നിനക്ക് ഒന്നിനേ ഉള്ളൂ. ഗൈസ്, അപ്പൊ ലാസ്റ്റ് ബൈറ്റ് ആണ്. ഇതിലാണ് വിന്നറെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ ലെറ്റ്സ് ഗോ. ഓ മൈ ഗോഡ്, ഈ വിഷയമാണ്. ഫൈനൽ റിസൾട്ട് വീട് കളിച്ചാണ്. ഗൈസ്, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചലഞ്ചില്, ഈറ്റിംഗ് ചലഞ്ചില് ഫസ്റ്റ് വിന്നർ വിന്നർ സോസിന്റെ കവർ. ഇതിന്റെ ആരായിരിക്കും സെക്കൻഡ് വിന്നർ? അയ്യോ, അതിലൊക്കെ വലുതായിട്ട് തോന്നുന്നു.
ഇതിപ്പോ ഇങ്ങനെ അഖിലാണ് സെക്കൻഡ് വിന്നർ. അയ്യോ അല്ല, മിഥുനാണ് സെക്കൻഡ് വിന്നർ. ആണോ? എനിക്ക് പപ്സിന്റെ ഇത് അഖിലയാ സെക്കൻഡ് വിന്നർ. അഖിലയാ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. തോറ്റതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. ജയിച്ചതിൽ എനിക്കും. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ ബൈ.